ജനാധിപത്യത്തിൽ ജനകീയനായ ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനമാണ്. VS, EK നായനാർ, K കരുണാകരൻ, ഉമ്മൻചാണ്ടി ഇവരെയൊക്കെ പോലെയുള്ള നേതാക്കളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയതും ആ ജനകീയത തന്നെയാണ്. ഉമ്മൻചാണ്ടി ആ വലിയ മനുഷ്യൻ്റെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയുടെ അവകാശിയായി കടന്നു വന്ന മകൻ ചാണ്ടി ഉമ്മൻ്റെ രാഷ്ട്രീയ യാത്രകൾ ഇപ്പോൾ ചെന്നെത്തുന്നത് എവിടെയാണ്? സ്വാഭാവികമായ ലാളിത്യത്തിന് പകരം കൃത്രിമമായി ആസൂത്രണം ചെയ്ത PR വർക്കുകൾക്കും ക്യാമറകൾക്ക് മുന്നിലെ പ്രകസനങ്ങൾക്കും അദ്ദേഹം അമിത പ്രാധാന്യം നൽകുന്നു എന്ന വിമർശനം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയം വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങളാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ടിടപെട്ട് കർശനമായ താക്കീത് നൽകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. ജനങ്ങളെ ചിരിപ്പിക്കാനും വെറുപ്പിക്കാനുമുള്ള ഇത്തരം നാടകങ്ങൾ പാർട്ടിയുടെ പേരിൽ ഇനി വച്ചു പൊറുപ്പിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നിൽ തലസ്ഥാനത്തെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വരച്ച ഒരു സൈക്കിൾ യാത്രയുടെ കഥയുണ്ട്. MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഓരോ MLA-മാരും കടന്നു വരുന്ന സമയം മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് മാത്രം ആകർഷിക്കാൻ ചാണ്ടി ഉമ്മൻ തിരഞ്ഞെടുത്തത് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് സൈക്കിളാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പരിസ്ഥിതി സ്നേഹം ഉയർത്തിപ്പിടിച്ച് താൻ നിയമസഭയിലേക്ക് എത്തുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ PR ടീം നൽകിയ വിശദീകരണം. എന്നാൽ ആ പരിസ്ഥിതി സ്നേഹത്തിന് പിന്നിലെ യഥാർത്ഥ ദൃശ്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ചാണ്ടി ഉമ്മൻ്റെ ഈ സൈക്കിൾ യാത്രയ്ക്ക് അകമ്പടി സേവിക്കാൻ അണിനിരുന്നത് 50-ലധികം പെട്രോൾ ഡീസൽ വാഹനങ്ങളായിരുന്നു. ഒരു വശത്ത് ഗ്രീൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് സൈക്കിൾ ചവിട്ടുക, മറുവശത്ത് ഇന്ധനം കത്തിച്ചു തീർക്കുന്ന വൻ വാഹന വ്യൂഹത്തെ കൂടെ കൂട്ടുക. ഈ വിരോധാഭാസത്തിനപ്പുറം ഈ സൈക്കിൾ യാത്ര തലസ്ഥാന നഗരിയിൽ സൃഷ്ടിച്ച ഗതാഗത കുരുക്ക് ചില്ലറയായിരുന്നില്ല. ചാണ്ടി ഉമ്മൻ്റെ PR യാത്രയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ തിരുവനന്തപുരത്തെ നിരത്തുകളിൽ സാധാരണക്കാരായ ജനങ്ങൾ മണിക്കൂറുകളോളമാണ് ട്രാഫിക്കിൽ കിടന്ന് നട്ടം തിരിഞ്ഞത്. ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി ഇറങ്ങിയവർ ഉൾപ്പെടെ ഈ സൈക്കിൾ പ്രഹസനത്തിൻ്റെ പേരിൽ വഴിയിൽ കുരുങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശം നൽകിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പുതിയ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം പ്രഹസനങ്ങൾ കാണിച്ച് ജനങ്ങളെ വെറുപ്പിക്കുന്ന സാഹചര്യം ഒരുക്കരുത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു എന്നാണ് വിവരം. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ഇനി അംഗീകരിക്കാൻ കഴിയില്ലെന്ന സതീശൻ്റെ നിലപാട് ചാണ്ടി ഉമ്മനുള്ള വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിലെ അണിയറ സംസാരം. എന്നാൽ ചാണ്ടി ഉമ്മൻ്റെ PR നാടകങ്ങൾ ഈ സൈക്കിൾ യാത്രയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ മറ്റൊരു പ്രധാന വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും പിന്നീട് കണ്ട കാഴ്ചകളും തമ്മിലുള്ള വൈരുദ്ധ്യം ഏറെ വലുതാണ്. ഇലക്ഷൻ പ്രചരണ വേളയിൽ താൻ മണ്ഡലത്തിൽ പ്ലാസ്റ്റിക് ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഉപയോഗിക്കില്ലെന്നും അത് പൂർണ്ണമായും ഒഴിവാക്കി ഒരു ഗ്രീൻ ക്യാമ്പയിൻ നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ ചെലവാക്കുന്ന കോടികൾ ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് വീട് വച്ച് നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. എന്നാൽ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചതോടെ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ചാണ്ടി ഉമ്മൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു. ഇത് മാത്രമല്ല, പോസ്റ്റർ ഒഴിവാക്കി പണം ലാഭിക്കുന്നു എന്ന് പറഞ്ഞ അതേ നേതാവ് തന്നെ ഇലക്ഷന് തൊട്ട് മുൻപ് മണ്ഡലത്തിൽ 2 കോടിയോളം രൂപ ചെലവാക്കി സ്ത്രീകൾക്ക് സൗജന്യമായി സാരികൾ വിതരണം ചെയ്തു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ലാളിത്യം എന്നത് വെറുമൊരു വോട്ട് പിടുത്ത തന്ത്രം മാത്രമായിരുന്നു എന്ന് ഈ സംഭവങ്ങൾ സംശയമുയർത്തിയിരുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന മറ്റ് നിരവധി ആരോപണങ്ങളും പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട്. പിതാവ് ഉമ്മൻചാണ്ടിയുടെ സ്വാഭാവികമായ ലാളിത്യത്തെ തികച്ചും കൃത്രിമമായി അനുകരിക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന്. ക്യാമറകൾക്ക് മുന്നിൽ മാത്രം ചെരിപ്പിടാതെ നടക്കുകയും പിന്നീട് ആരും കാണാതെ ആഡംബര കാറുകളിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ മുൻപ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സാധാരണക്കാരുടെ ചായക്കടകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമെല്ലാം ക്യാമറകൾ മുൻകൂട്ടി സ്ഥാപിച്ച് കൃത്യമായ സ്ക്രിപ്റ്റോടെ PR ഏജൻസികൾ തയ്യാറാക്കുന്ന നാടകങ്ങളാണെന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർന്നത് പിതാവിൻ്റെ ഓർമ്മകളെ അദ്ദേഹം രാഷ്ട്രീയമായി ഉപയോഗിച്ച രീതിയെക്കുറിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലെത്തി വൈകാരികമായി പൊട്ടിക്കരയുന്നതും
വിലാപയാത്രയിലുടനീളം ആ വൈകാരികതയെ ഒരു മാർക്കറ്റിംഗ് ടൂളായി ഉപയോഗിച്ചതും സഹതാപം പിടിച്ചു പറ്റാനുള്ള ആസൂത്രിത ശ്രമങ്ങളായിരുന്നു എന്ന് രാഷ്ട്രീയ എതിരാളികൾ ശക്തമായി ആരോപിക്കുന്നു. അച്ഛൻ്റെ വിയോഗത്തിലുണ്ടായ സങ്കടം സ്വാഭാവികമാണെങ്കിലും അത് നിരന്തരം പൊതുവേദിയിൽ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രദർശിപ്പിച്ചത് സ്വന്തമായി ഒരു വ്യക്തിത്വമില്ലാത്തതിൻ്റെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെട്ടത്. ഈ PR പ്രഹസനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് സംസ്ഥാന കോൺഗ്രസിലെ അധികാര വടംവലിയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അനാഥമായ A ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കപ്പെടാനും അതുവഴി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേരാനുമുള്ള വലിയൊരു പടയൊരുക്കമാണ് ഈ PR ഏജൻസികളിലൂടെ ചാണ്ടി ഉമ്മൻ നടത്തുന്നത് എന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നു തന്നെ ഉയരുന്ന ആരോപണം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നത് ഈ PR വർക്കിൻ്റെ ഭാഗമാണെന്ന് ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുന്നു. നിലവിലെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി പാർട്ടിയിൽ വലിയൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാനുമുള്ള കുറുക്കുവഴികളാണ് അദ്ദേഹം തേടുന്നത് എന്നാണ് ആരോപണം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന വ്യാജലാളിത്യമാകുമ്പോൾ ജനങ്ങളത് തിരിച്ചറിയും. സൈക്കിളിലെ പ്രഹസനവും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള വൻ വാഹന വ്യൂഹവും ക്യാമറകൾക്ക് മുന്നിലെ അഭിനയങ്ങളും ഇന്ന് പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ജനങ്ങളെ വെറുപ്പിക്കരുത് എന്ന VD സതീശൻ്റെ വാക്കുകൾ കേവലം ഒരു ഉപദേശമല്ല, അതൊരു കർശനമായ മുന്നറിയിപ്പാണ്. മഹാനായ ഒരു പിതാവിൻ്റെ നിഴലിൽ നിന്നും സ്വന്തം വ്യക്തിത്വത്തിലേക്ക് വളരാൻ ശ്രമിക്കുന്ന ഈ യുവനേതാവ് PR ഏജൻസികൾ നൽകുന്ന തെറ്റായ തിരക്കഥകളിലൂടെ സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുകയാണോ എന്ന സംശയമാണ് പലരും ഉയർത്തുന്നത്. അതോ പാർട്ടിക്കുള്ളിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തുടക്കമാണോ ഈ കാണുന്നതെല്ലാം? എന്തായാലും കോൺഗ്രസിൻ്റെ തന്നെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സംസാരമുണ്ട്. അതിങ്ങനെയാണ്: ഇതിനേക്കാളും ഭേദം ഇദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയാൽ മതിയായിരുന്നു.